ഹോർമൂസ് കടലിടുക്ക് ലോകത്തിന്റെ കഴുത്തിലെ ഞരമ്പ് പോലെയാണ്. അത് പിടിച്ച് ഞെക്കിയ ലോകത്തിന് ശ്വാസം മുട്ടും. ഒരു യുദ്ധം കൊണ്ട് ഇത് എല്ലാവർക്കും മനസ്സിലായി. ഹായ്, ദിസ് ഇസ് ആദി ആൻഡ് വെൽക്കം ബാക്ക് ടു ലൈഫ് അറ്റ് സീ എപ്പിസോഡ് 3. എന്താണ് ഈ സമുദ്രപാതയ്ക്ക് ഇത്ര പ്രത്യേകത? എന്തുകൊണ്ടാണ് ലോകം മുഴുവൻ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലേക്ക് ഉറ്റുനോക്കുന്നത്? ഈ ഇടം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന് നിങ്ങൾക്കറിയൂ? ഞാൻ പറഞ്ഞുതരാം. പേർഷ്യൻ ഉൾക്കടലിൽ നിന്ന് ഒമാൻ ഉൾക്കടലിലേക്കും അവിടെ നിന്ന് ലോക മഹാസമുദ്രങ്ങളിലേക്കും കപ്പലുകൾക്ക് സഞ്ചരിക്കാനുള്ള ഏക സമുദ്രപാത. പേർഷ്യൻ ഉൾക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇറാൻ, ഇറാഖ്, കുവൈത്ത്, സൗദി അറേബ്യ, ബഹ്റിൻ, ഖത്തർ, UAE, ഒമാൻ എന്നീ 8 രാജ്യങ്ങളിൽ കുവൈത്ത്, ഖത്തർ, ബഹ്റിൻ, ഇറാഖ് എന്നീ 4 രാജ്യങ്ങളുടെ കടലിലേക്കുള്ള ഏക പ്രവേശന മാർഗമാണ് 30 കിലോമീറ്റർ വീതിയുള്ള ഹോർമൂസ് കടലിടുക്ക്. ഈ പച്ച നിറത്തിൽ കാണുന്നതാണ് ലോകത്തിലെ എണ്ണശേഖരത്തിന്റെ പകുതിയോളം ഉൾക്കൊള്ളുന്ന എണ്ണപ്പാടങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടവും ഇവിടെയാണ്. ചുവപ്പ് നിറത്തിൽ കാണുന്നത് ലോകത്തിലെ പ്രകൃതിവാതകത്തിന്റെ 40%. ലോകരാജ്യങ്ങളിലേക്കുള്ള ക്രൂഡ് ഓയിൽ കയറ്റുമതിയുടെ 1/5 പ്രകൃതിവാതകത്തിന്റെ 1/5 ഹോർമൂസ് വഴിയാണ് കടന്നു പോകുന്നത്. അറേബ്യൻ രാജ്യങ്ങളിലെ എണ്ണ കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും ലക്ഷ്യമാക്കിയാണ്. സൗദി അറേബ്യയ്ക്കും UAEക്കും ഹോർമൂസ് ഒഴിവാക്കി എണ്ണ കയറ്റുമതി ചെയ്യാൻ പൈപ്പ് ലൈൻ ഉണ്ടെങ്കിലും അവിടെയും പരിമിതികളുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ലോകത്തിലെ ഏറ്റവും നിർണായകമായ സമുദ്ര ചെക്ക് പോയിന്റുകളിലൊന്നാണ്. ഇന്നൊരു യുദ്ധം കാരണം ഇത് പ്രതിസന്ധിയിലാണ്. ഹോർമൂസ് അടച്ചുപൂട്ടൽ തുടരുകയാണെങ്കിൽ ലോകത്തിലെ വലിയൊരു ഭാഗം ചരക്കു കൈമാറ്റം പ്രതിസന്ധിയിലാകും. കാത്തിരുന്ന് കാണാം ഇനി എന്തൊക്കെ സംഭവിക്കുന്നു. കടലിലെ പുതിയ കഥകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.